ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നടക്കും. പൊന്നും പണവും വന്നു നിറയും. ഈ നക്ഷത്ര ജാതകരാണോ നിങ്ങളെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ്. ഇനി ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുഫലം നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. 27 നക്ഷത്രങ്ങളിൽ 14 പുരുഷ നക്ഷത്രങ്ങളാണ്. എന്നാൽ 13 സ്ത്രീ നക്ഷത്രങ്ങളാണെന്നാണ് വിഭജനം. അശ്വതി ഒരു പുരുഷ നക്ഷത്രമായി കരുതപ്പെടുന്നു. എന്നാൽ അശ്വതിയിൽ പിറന്ന അച്ചി എന്നാണ് ചൊൽപ്പൊരുമ. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ജീവിത സമരത്തിൽ വിജയിക്കുന്നവരാണ്. എല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്തിന്, അതായത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഇവർ അർഹരാണെന്ന് പറയാറുണ്ട്. എങ്കിലും പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ അശ്വതി നക്ഷത്രക്കാരിൽ ജീവിത വിജയം കൂടുതലും സ്ത്രീകൾക്കാണ്. അശ്വതി നാളിലെ പുരുഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ കൈവരിക്കുന്നത് സ്ത്രീകളാണ് എല്ലാ കാര്യങ്ങളിലും വിജയത്തിലെത്തുന്നത്. ഇവർക്ക് നേതൃത്വ പദവി അശ്വതി നക്ഷത്രക്കാരുടെ മുഖമുദ്രയാണ്. ഓരോ ദിവസവും ജോലിക്ക് ചേരുന്നവരെക്കാൾ കൂടുതൽ പ്രമോഷൻ കിട്ടുന്നതും ഉയർച്ചയിലേക്ക് കുതിക്കുന്നതും ഈ അശ്വതി നക്ഷത്രക്കാരായിരിക്കും. ഇവരുടെ ഭർത്താവും കുട്ടികളും പിതാവും ആങ്ങളെയുമൊക്കെ അശ്വതി നക്ഷത്രക്കാരായ ആളുകളുടെ നിലപാടുകളെ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി ഇവരുടെ വീടിനുള്ളിൽ തന്നെ വന്നു ചേരും. ദേവവൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരാണ് നക്ഷത്ര ദേവത. അതിനാൽ തന്നെ ആദിവ്യാധികളാൽ ക്ലേശിപ്പിക്കുന്ന ആളുകളെ വാക്കുകളാൽ അതുമല്ലെങ്കിൽ പ്രവൃത്തിയാൽ സ്വാന്തനിപ്പിക്കുവാൻ അശ്വതി നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതാണ്. പാരമ്പര്യമായിട്ടുള്ള ജോലികൾക്കൊപ്പം ചലഞ്ചിങ് ആയിട്ടുള്ള ജോലികളും അശ്വതി നക്ഷത്രക്കാർ ചെയ്തു ശോഭിക്കുന്നതാണ്. മെഡിക്കൽ രംഗം, അധ്യാപനം, സ്വകാര്യ സംരംഭം എന്നിവകളിൽ ഇവർ വിജയക്കൊടി പാറിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി ഒരു പുരുഷ നക്ഷത്രമാണ്. ശുക്രൻ ജന്മ നക്ഷത്രാധിപനാകിയാൽ കലാപരമായ കഴിവുകളും സ്നേഹവാത്സല്യാദി മൃദുഭാവങ്ങളും മനസ്സിലുണ്ടാകും. സൗന്ദര്യബോധത്താൽ അനുഗ്രഹീതരായിരിക്കും. ചൊവ്വ നയിക്കുന്ന ചൊവ്വ ഭരണാധികാരിയായ രാശിയാണ് മേടം. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ഭരണിയുണ്ട്. അതിനാൽ ചെങ്കോലും കിരീടവും മനസ്സിലില്ലെങ്കിലും ഉണ്ടാവാതെ വയ്യ. ഭരണിപ്പൺ ധരണി ആളും എന്ന ചൊല്ല് ഭരണി നക്ഷത്രക്കാരി അധികാര ശക്തിയുള്ളവളാകും എന്നതിൻ്റെ സൂചനയാണ്. സമൂഹത്തിൻ്റെ ചെറിയ ചലനങ്ങളെപ്പോലും ഒപ്പിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. പ്രതിരോധിക്കേണ്ട സ്ഥലത്ത് പ്രതിരോധിക്കുവാൻ സാധിക്കും. പോലീസ് വിഭാഗം, ചമയം, സംഗീതം, പാരമ്പര്യവും ആധുനികവുമായ ആരോഗ്യ മേഖല. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. സ്ത്രീ നക്ഷത്രങ്ങളിൽ ഒന്നായ കാർത്തിക, മേടം, ഇടവം എന്നീ രാശികളിലായി വരുന്നു. കാർത്തിക കീർത്തി കേൾപ്പിക്കും എന്ന ചൊല്ല് പ്രാസപ്രിയന്മാർ സൃഷ്ടിച്ചതല്ലെന്ന് സ്വജീവിത മികവിനാൽ ഇവർ തെളിയിക്കും. അസുരഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് കാർത്തിക. നക്ഷത്രനാഥൻ സൂര്യനാകുന്നു. അതിനാൽ തന്നെ അധികാരത്തിൻ്റെ ആധികതകളിൽ എളുപ്പം എത്തിപ്പെടുന്നതാണ്. അനീതികളെ നേരിടുവാൻ മനക്കരുത്തുണ്ടാകും. സഹനശക്തി വളരെയധികം ഉള്ള ആളുകളാണ്. പക്ഷേ അന്യായങ്ങളെ കണ്ടില്ലെന്ന് നടിക്കില്ല. ശബ്ദമുയർത്തുവാനും കാർത്തിക നക്ഷത്രക്കാർക്ക് അറിയാം. ഓലപ്പാമ്പുകളെ കണ്ട് ഒരിക്കലും ഭയക്കുന്ന ആളുകളല്ല. നക്ഷത്ര ദേവത അഗ്നിയാണ്. അതിനാൽ തന്നെ മനസ്സിൻ്റെ ജ്വലനശക്തി ആർക്കും അളക്കുവാൻ കഴിയില്ല. കാർത്തികയുടെ സ്വരൂപം കൈവട്ടക ചെറുകോരിയാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നു. പൊതുവെ ഹോട്ടൽ, കാറ്ററിംഗ്, ചമയം, സ്വന്തം സംരംഭം, സർക്കാർ ജോലി, കൺസ്ട്രക്ഷൻ മേഖല, അഭിഭാഷക വൃത്തി എന്നീ മേഖലകളിലും പഠനവും തൊഴിലും ഇവർക്ക് വളരെയധികം ഗുണകരമാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. പ്രജാപതിയാണ് രോഹിണിയുടെ നക്ഷത്ര ദേവത. മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണെന്നത് മറ്റൊരു സങ്കല്പം. ചന്ദ്രദേവന് ഏറ്റവും പ്രിയപ്പെട്ട പത്നിയും രോഹിണിയാണ്. അതിനാൽ തന്നെ മനുഷ്യ സ്ത്രീയുടെ മനസ്സിൻ്റെ ആഴം രോഹിണി നക്ഷത്രക്കാരിൽ ഉണ്ടാകും. സന്തോഷവും തേങ്ങലും പ്രണയവും വിരഹവുമൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഒരു സൃഷ്ടി നക്ഷത്രമാകിയാൽ
കവിതയും ചിത്രവും ഗാനവും മനസ്സിൽ തുടികൊട്ടിയുണരും. കരിപ്പുരുണ്ട അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്നവരോട് രോഹിണി നക്ഷത്രക്കാരികൾ പൊറുക്കണമെന്നില്ല. സ്ത്രീകൾക്കു നേരെ പിന്തിരിപ്പൻ നയം പുലർത്തുന്നവർ രോഹിണിയുടെ സുഭദ്രമായ മനസ്സ് കാണാത്തവരാണ്. കലയുമായി ബന്ധപ്പെട്ട പഠനം, അഭിനയം ഉൾപ്പെടെ സിനിമാ രംഗത്തെ വിവിധ തൊഴിലുകൾ എന്നിവയ്ക്ക് ഇവർ ഇണങ്ങുന്നവരാണ്. വസ്ത്രവ്യാപാരം, ആഭരണം, അന്നപാനീയാദികൾ, മനുഷ്യവിഭവശേഷി എന്നിവയും ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകളാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഉന്മേഷത്തോടൊപ്പം പ്രസരിപ്പോടെയും ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നവരാണ് മകയിരം നക്ഷത്ര ജാതകരായ പെണ്ണുങ്ങൾ. പെട്ടെന്ന് ക്ഷോഭം വരുന്ന ശീലമുണ്ടാകും. നക്ഷത്രാധിപൻ ചൊവ്വയാണ്. നാവ് വളരെയധികം മൂർച്ചയേറിയ ഉറുമി പോലെയാകും. വാക്കങ്കം വെട്ടുമ്പോൾ കള്ളനാട്ടിക്കാരോട് ക്ഷമിക്കുന്ന പ്രശ്നമില്ല. ഇടവം, മിഥുനം എന്നീ ഇരു രാശികളിൽ വരുന്ന നക്ഷത്രമാകയാൽ രാശിനാഥന്മാരായ ശുക്രന്റെ സൗന്ദര്യ തൃഷ്ണയും ബുധന്റെ മസ്തിഷ്ക ബലവും ഇവരിലുണ്ടാകും. മധ്യമരമഞ്ചുവിൽ വരുന്ന 9 നക്ഷത്രങ്ങളിൽ ഒന്നാണ് മകയിരം. അക്കാരണത്താൽ വിവാഹ പൊരുത്തം കിട്ടുക എളുപ്പമാകില്ല. ജീവിതത്തിൻ്റെ ഏത് രംഗവും ആടാൻ ഇവർക്കാകില്ല. മനസ്സിന് പൊരുത്തപ്പെടാനാവാത്ത കാര്യങ്ങൾ സ്ഥിരമായി ഉപേക്ഷിക്കുകയാണ് ഇവർ പതിവ്. മൃദുവായ തൊഴിലുകൾ, പൊതുവെ വൈറ്റ് കോളർ ജോലികൾ എന്നീ വിഭാഗത്തിൽ വരുന്ന കർമ്മങ്ങളൊക്കെ ഇവർക്ക് വളരെയധികം ഇണങ്ങുന്നതാണ്. കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട്, ജ്യോതിഷം, അഭിഭാഷക വൃത്തി എന്നിവയിലും മകയിരം നക്ഷത്രക്കാരികൾ വിജയം കൊയ്യുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. രുദ്ര നക്ഷത്ര ദേവതയാകയാൽ എതിർപ്പിൻ്റെ കനൽ ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണിവർ. എവിടെ മനുഷ്യത്വത്തിന് എതിരായി ശബ്ദം ഉയരുന്നുവോ അവിടെ പ്രതിഷേധ സ്വരവുമായി എത്തുവാൻ കഴിയുന്നവരാണ്. സാമൂഹിക ബോധം ഉള്ളിലെപ്പോഴും ഉണർന്നു തന്നെയിരിക്കും. സ്വന്തം മനസ്സ് തന്നെ പ്രഹേളികയാകുന്നതാണ്. ചിലപ്പോൾ ചരട് പൊട്ടിയ പട്ടം പോലെ ചുറ്റിത്തിരിയും. പിറന്നൊരൂരിലും ചേക്കേറിയ ചില്ലയിലും അർഹിക്കുന്ന അംഗീകാരം ചിലപ്പോൾ ഒത്തിരി സ്നേഹം പോലും കിട്ടിയില്ലെന്ന് വരാം. രാഹു ദശയിൽ ജനിക്കുകയാൽ ബാല്യ കൗമാരങ്ങൾ അശാന്തമായേക്കും. ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ പിറന്നാൽ ബുദ്ധിപരമായ ജോലികളിൽ ശോഭിക്കുവാൻ കഴിയും. ഗണിതവും തർക്കവും അധ്യാപനവും വ്യാകരണവും അക്കൗണ്ടൻസിയും പ്രവർത്തന മേഖലയിൽ 100 മേനി കൊയ്യുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. ദേവമാതാവായ ആദിയാണ് പുണർദത്തിൻ്റെ നക്ഷത്ര ദേവത. 27 നക്ഷത്രങ്ങളിൽ പുണർദത്തിന് മാത്രമാണ് സ്ത്രീ നക്ഷത്രത്തിൻ്റെ ദേവതയായി വരുന്നത്. ഇവരുടെ മനസ്സിൽ എപ്പോഴും മൃദുഭാവമുണ്ടാകും എന്ന് തന്നെ കരുതാം. ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്നവരാണ്. പക്ഷേ ചുറ്റുമുള്ള ആളുകൾ ആ നിർമ്മല ഭാവങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇവർ തിരിച്ചറിഞ്ഞേക്കില്ല. ദേവഗണ നക്ഷത്രമാകിയാൽ ഉന്നതമായി ചിന്തിക്കും. ആദർശത്തിൻ്റെ സൗരഭ്യം പരത്തുന്നതാണ്. എന്നാലേ മണ്ണിലെ ചെളി തെറിപ്പിക്കുവാനും പലരും മുതിരുന്നതാണ്. തിന്മയെ തിരിച്ചറിയുവാൻ കഴിയാതെ വരുന്നത് ഇവർക്ക് വലിയ ഒരു പോരായ്മ തന്നെയാണ്. മുക്കാലും കാലുമായി 2 രാശികളിൽ വരുന്നതിനാൽ ഇവരുടെ വ്യക്തിത്വത്തിൽ ഉഗ്രധനം കുറയുവാൻ ഇടയുണ്ട്. കായികമായ അധ്വാനമുള്ള ജോലികളിൽ ഇവർക്ക് വിജയിക്കുവാൻ കഴിയില്ല. എന്നാൽ ആതുര സേവനത്തിലും അധ്യാപനത്തിലും മനുഷ്യവിഭവശേഷി, കമ്പനി സെക്രട്ടറി, സാങ്കേതിക ജോലികൾ എന്നിവയിൽ ഇവർ വിജയിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർ ജനിക്കുന്നത് ശനി ദശയിലാണ്. അതിനാൽ തന്നെ കുട്ടിക്കാലത്തും കൗമാരത്തിലും അതിജീവനം വളരെയധികം ക്ലേശകരമാകും. രോഗം, പഠന തടസ്സം, ധനക്ലേശം, ഒറ്റപ്പെടൽ, മറ്റുള്ളവരുടെ വിയോഗം ഇവ സംഭവിക്കാം. ഇഷ്ടമുള്ള വിഷയം പഠിക്കുവാനും പഠനം കഴിഞ്ഞ് ആ വിഷയത്തിൽ തന്നെ ജോലി കിട്ടുവാനും വളരെയധികം സാധ്യത കുറവാണ്. മനുഷ്യവിഭവശേഷി, ബാങ്കിംഗ്, അധ്യാപനം, ചാരിറ്റി പ്രവർത്തനം, ആശുപത്രി ഭരണം, ഹോട്ടൽ, കാറ്ററിംഗ് തുടങ്ങിയ ജോലികളിൽ വിജയിക്കുകയും ചെയ്യും. സഹനശക്തി വളരെയധികം കൂടുതലുള്ള ആളുകളാണ്. എല്ലാവരെയും ഇവർ വിശ്വാസത്തിലെടുക്കും. ബൃഹസ്പതി അഥവാ വ്യാഴം നക്ഷത്ര ദേവതയാകിയാൽ വ്യക്തിത്വത്തിൽ നിർമ്മലത സൂക്ഷിക്കും. മറ്റുള്ളവരെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുവാനുള്ള സന്നദ്ധത കാട്ടുന്നതാണ്. പ്രണയം കൈപ്പാകുവാൻ ഇടയുണ്ട്.
പൂയം മധ്യം മരമഞ്ചു നക്ഷത്രത്തിൽ വരുന്ന നാളാകിയാൽ വിവാഹ പൊരുത്തം അത്ര എളുപ്പമായേക്കില്ല. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ബുധനാണ് നക്ഷത്രാധിപതി. അതിനാൽ തന്നെ ഭൗതികമായി ഒരു ജന്മഗുണം തന്നെയാകും ഇവർക്കുണ്ടാകുക. ആയില്യം നാളുകാർക്ക് പറഞ്ഞതിൻ്റെ അർത്ഥവും ധ്വനിയും പെട്ടെന്ന് മനസ്സിലാക്കും. എഴുതാപ്പുറം വായിക്കുവാനുള്ള കഴിവും കാട്ടുന്നവരാണ്. എതിർപ്പിനെ തൃണവൽക്കരിക്കും. എതിർക്കപ്പെടുന്തോറും ആയില്യം നാളുകാരുടെ കരുത്തേറുന്നതാണ്. ചന്ദ്രൻ ഭരിക്കുന്ന കർക്കിടകം രാശിക്കാരാകിയാൽ വൈകാരിക പ്രകൃതം ഇവരിൽ കാണുവാനാകുന്നതാണ്. പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോലി കിട്ടും. കാറ്ററിംഗ്, ഗാർഡനിങ്, സർക്കാർ ജോലി, അഭിഭാഷക വൃത്തി, ഫാർമസി, ചമയം, ശാസ്ത്രരംഗം, സാഹിത്യം, കലാരംഗം, ബാങ്കിങ്, പാചകം ഇതെല്ലാം ഇവർക്ക് ശോഭിക്കുന്ന കർമ്മരംഗങ്ങളാണ്. അസുരഗണ നക്ഷത്രവും പുരുഷ നക്ഷത്രവുമാണിവർ. ഇവരുടെ ദാമ്പത്തിക ജീവിതം പൂർണ്ണമായും വിജയിക്കുമെന്ന് പറയുവാനാവില്ല. വിജയ കിരീടം ചൂടുവാൻ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ താണ്ടേണ്ടി വരുന്ന ആളുകളാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. മകം പിറന്ന മങ്ക മലയാളിയുടെ നാവിലിടം പിടിച്ച ചൊല്ലാണ്. എല്ലാ രംഗത്തും വിജയശ്രീ ലാളിതരാകുന്നവർ എന്നാണ് സങ്കല്പം. അതിനാൽ തന്നെ മുഴുവനും സത്യമല്ലെങ്കിലും ഭാഗികമായി സത്യമാണ്. കേതു ദശയിൽ ജനിക്കുകയാൽ ബാല്യകാലത്ത് ക്ലേശാനുഭവങ്ങൾ വന്നു ചേരും. രണ്ടാം ദശ, അതായത് 20 വർഷം നീളുന്ന ഏറ്റവും വലിയ ദശയായ ശുക്രദശയാകിയാൽ പ്രായേണ പഠനം പൂർത്തിയായി ജോലിയിൽ പ്രവേശിക്കുവാൻ ഇവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ കാലയളവിൽ വിവാഹം നടക്കുവാനും ഇടയുണ്ട്. അസുരഗണ നക്ഷത്രമാകിയാൽ പ്രായോഗികമായി ഏതു കാര്യവും ചിന്തിക്കും. കാര്യപ്രാപ്തി കൂടുതലായിട്ടുണ്ടാകും. കുടുംബത്തിൽ മിക്കപ്പോഴും അധികാരിയുടെ റോൾ സ്വയം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ആജ്ഞാന ശക്തി വാക്കിലും നോക്കിലും ഉണ്ടാകും. ഗുമസ്തപ്പണി, ബാങ്കിങ്, അഭിഭാഷക വൃത്തി, രാഷ്ട്രീയം, എഞ്ചിനീയറിംഗ്, പുത്തൻ സാങ്കേതിക മേഖല വരെയുള്ള കർമ്മരംഗങ്ങളിൽ ഇവർക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ് പൂരം. ഒരു മനുഷ്യഗണ നക്ഷത്രമാണിത്. മറഞ്ഞു നിൽക്കുന്ന ആത്മീയതയേക്കാൾ തെളിഞ്ഞു നിൽക്കുന്ന ഭൗതികതയാണ് ഇവരെ ആകർഷിക്കുന്നത്. ജീവിതത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കും. ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യും. പൂരം നാളുകാരി സ്വതേ പ്രണയലോൽപയായിരിക്കും. ഒരു പൂവ് ചോദിച്ചാൽ ഒരു പൂക്കാലം തിരികെ തരുന്ന ആളുകളാണ്. ഇവരുടെ ആത്മാർത്ഥതയെ സമൂഹം തിരിച്ചറിയണമെന്നില്ല. കല, സിനിമ, മനുഷ്യ വിഭവശേഷി, കമ്പ്യൂട്ടർ സംബന്ധിച്ച വിവിധ ജോലികൾ, ആതുര ശുശ്രൂഷ, കോസ്റ്റ്യൂംസ്, ചെറു സംരംഭം എന്നിവ ഇവർക്കിണങ്ങുന്നതാണ്. ആൾക്കൂട്ടത്തെ ഇവർ വളരെയധികം ഇഷ്ടപ്പെടും. ഏകാന്തതയെ വെറുക്കുകയും ചെയ്യുന്നവരാണ്. മധ്യമരമഞ്ജുവിൽ വരുന്ന 9 നക്ഷത്രങ്ങളിൽ പൂരം നാളുകാരുണ്ട്. പൊരുത്തം പരിശോധിച്ചില്ലെങ്കിൽ ദാമ്പത്യത്തിൽ പൊരുത്തം കുറയുമെന്നാണ് നിയമം. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. പുരുഷ നക്ഷത്രമാണ്. നക്ഷത്രനാഥൻ ആദിത്യൻ. മനസ്സിന് വെളിച്ചവും തെളിച്ചവും ഉണ്ടാകും. ജീവിതത്തിൽ നിന്ന് ഒരു രീതിയിലും ഇവർ ഒളിച്ചോടുന്ന ആളുകളല്ല. കൂട്ടുകാരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്നതിൽ ഒപ്പം നിൽക്കുന്നവരാണ്. മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാകിയാൽ മനുഷ്യൻ്റെ പ്രായോഗിക ചിന്താഗതി എപ്പോഴും ഉണ്ടാകും. കൗമാരം തൊട്ട് യൗവനം വരെ ചൊവ്വ, രാഹു എന്നീ പാപഗ്രഹങ്ങളുടെ 2 തുടർ ദശകൾ വരുന്നതിനാൽ ആ കാലയളവിൽ ജീവിതം വളരെയധികം സങ്കീർണമാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വളരെയധികം കരുതലുണ്ടാവണം. പഠനത്തിൽ മിടുക്ക് കാട്ടും. പ്രശസ്ത വിജയം നേടുകയും ചെയ്യും. കുടുംബത്തിൻ്റെ ഹൃദയവും മസ്തിഷ്കവും ഉത്രം നാളുകാരായ ഇവരാണ്. അഡ്മിനിസ്ട്രേഷൻ, സൂപ്പർവൈസർ, സർക്കാർ ഉദ്യോഗം, വ്യാപാരം, മാനസിക വിഷയങ്ങൾ എന്നിവയിലെല്ലാം ഇവർ മുൻപന്തിയിലെത്തുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ഹസ്തം എന്ന സംസ്കൃത പദത്തിൻ്റെ തത്വം ആണ് അത്തം. കൈകൾ കർമ്മേന്ദ്രിയങ്ങളാകിയാൽ എപ്പോഴും കർമ്മനിരതരാകും. പ്രവൃത്തികളിൽ വിജയിക്കുവാൻ സാധിക്കും. കാര്യനിർവഹണ ശേഷി ഉന്നതിയിലായിരിക്കും. ദേവഗണ നക്ഷത്രമാണ്. അതിനാൽ തന്നെ ഇവർ ആദർശത്തിൽ ഉറച്ചു നിൽക്കും. ബുധൻ ആധിപനായ കന്നി രാശിയിൽ വരുന്ന നക്ഷത്രമാണിത്. അതിനാൽ തന്നെ ബുദ്ധിമതിയാകും. നിശബ്ദത നിറഞ്ഞതായിരിക്കും ഇവരുടെ പ്രവർത്തന രീതി. പ്രദർശനോത്സുകത ഒട്ടും ഉണ്ടാകുകയില്ല.
പൊണ്ണത്തം പൊന്നത്തം എന്ന പഴമൊഴി സൂചിപ്പിക്കുന്നത് അത്തം നാളുകാരുടെ സ്വഭാവ മഹത്വമോ പ്രാധാന്യമോ ആവാം. ഭരണ നിർവഹണം, വൈദ്യം, കമ്പ്യൂട്ടർ മേഖല, സാഹിത്യം, ആതുര ശുശ്രൂഷ, അധ്യാപനം, വക്കീൽ പണി, കച്ചവടം, ഹോട്ടൽ കേറ്ററിംഗ്, കലാപ്രവർത്തനം, ചമയം തുടങ്ങിയ വൈവിധ്യപൂർണമായ മേഖലകളിൽ ഇവർ വിജയിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്ര എന്നാണ് സംസ്കൃത നാമം. ജീവിതത്തിൽ വർണ്ണശബളമായി ഇഷ്ടപ്പെടുന്നവരാണിവർ. അസുരഗണത്തിൽ വരുന്ന നാളുകാരാകിയാൽ ഇച്ഛാശക്തി വളരെയധികം ഉണ്ടാകും. അത് നിറവേറ്റുവാനുള്ള ജ്ഞാനം സമ്പാദിക്കുന്നതാണ്. ക്രിയാപദത്തിൽ എത്തിച്ച് വിജയം നേടുവാനും ഇവർക്ക് കഴിയും. ചൊവ്വ നക്ഷത്രനാഥനാകിയാൽ എതിർപ്പുകളെയെല്ലാം തൃണവൽക്കരിച്ച് മുന്നേറും. നേതൃത്വ പദവി കാക്ഷിക്കുന്നവരാണ്. വീട്ടിലും തൊഴിലിടത്തും ആജ്ഞാന ശക്തി പുലർത്തും. അലങ്കാരം, ആഭരണങ്ങൾ, കലാരംഗം, ഹാൻഡിക്രാഫ്റ്റ്, ഭരണ നിർവഹണം, ആധുനിക വൈദ്യശാസ്ത്രം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ നവീന സാങ്കേതിക വിദ്യ എന്നിവയിൽ ഇവർ ശോഭിക്കുന്നതാണ്. രംഗത്തെ അതുല്യത ചിലർക്ക് കുടുംബജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യത്തിൽ ക്ലേശങ്ങൾ വരുവാൻ ഇടയുണ്ട്. മധ്യമര മഞ്ജുവിൽ വരുന്ന നാളാകിയാൽ വിവാഹ പൊരുത്തം കിട്ടുക എന്നത് വളരെയധികം ശ്രമകരമാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. വായു നക്ഷത്രദേവനാകിയാൽ ചോതി നാളുകാരിക്ക് സ്വാതന്ത്ര്യം പ്രാണവായു തന്നെയാകും. പാരതന്ത്ര്യം ഏറ്റവും ദുസ്സഹമായിരിക്കും. സ്വാതന്ത്ര്യം തടയപ്പെടുമ്പോൾ അവളുടെ ജീവിതത്തിൽ സംഘർഷം കടന്നുവരും. ത്രാസ് അടയാളമായുള്ള തുലാക്കൂറിൽ ജനിക്കുകയാൽ മുന്നുള്ള യാഥാർത്ഥ്യത്തെ കൃത്യമായി തുലനം ചെയ്ത് വിലയിരുത്തുന്നതിൽ വിജയിക്കും. രാഹു ദശയിലാണ് ജനനം. അതിനാൽ തന്നെ ബാലകൗമാര്യങ്ങൾ വളരെയധികം ക്ലേശിപ്പിക്കാം. പൊതുവെ സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണിവർ. സ്വാശ്രയ ജോലികളിൽ വിജയസാധ്യത വളരെയധികം കൂടുതലാണ്. അധ്യാപനം, സിനിമാ രംഗം, വ്യാപാരം, സൗന്ദര്യ പോഷണം, ചമയം, ആഭരണം, ഹോസ്പിറ്റാലിറ്റി, ആതുര ശുശ്രൂഷ എന്നിവയിൽ ആത്മവിശ്വാസത്തോടെ ഇവർ മുന്നേറുന്നതാണ്. ദാമ്പത്യ വിവാഹ സ്ഥാനമായ 7-ാം ഇടം ചൊവ്വയുടെ രാശിയായ മേടമാകിയാൽ അക്കാര്യത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. അസുരഗണത്തിൽ വരുന്ന പുരുഷ നക്ഷത്രമാണ് വിശാഖം. തുലാം, വൃശ്ചികം രാശികളിലായി ഉൾപ്പെടുന്നു. വിവിധ കാര്യങ്ങളിൽ വൈഭവം ഉണ്ടാകാം. ലക്ഷ്യത്തിലെത്തുവാനായി കഠിനമായ അധ്വാനം ചെയ്യാൻ മടിക്കാത്ത ആളുകളാണിവർ. സ്വഭിപ്രായം വെട്ടിത്തുറന്നു പറയും. മിത്രങ്ങൾ പോലും ശത്രുക്കളാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നതാണ്. വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിച്ച് ബിരുദങ്ങൾ നേടും. ഒന്നിലധികം കർമ്മ മേഖലകളിൽ വ്യാപരിക്കേണ്ടതായി വരുന്നതാണ്. വ്യാഴം നക്ഷത്രനാഥനാകിയാൽ പാരമ്പര്യമായ വിഷയങ്ങളെ തള്ളിപ്പറയുവാൻ കഴിയില്ല. ഒപ്പം നവീനമായിട്ടുള്ള അഭിരുചികളും പുലർത്തുന്നവരാണ്. വൈദ്യശാസ്ത്രം, അധ്യാപനം, ബിസിനസ് മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കലാരംഗം എന്നിവയെ ഇവർക്ക് സാധ്യതകളാണ്. ചരരാശിയിൽ ജനിക്കുന്നവരാകിയാൽ പഠനം, ജോലി എന്നിവ അന്യദേശത്താക്കുവാൻ ഇടയുണ്ട്. കുടുംബജീവിതം സുഖകരമായിരിക്കും എന്ന് മുഴുവനായി പറയുവാൻ കഴിയുന്ന നക്ഷത്രക്കാരല്ല. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ആദ്യത്തിൻ്റെ മറ്റു രൂപമോ ഭാവമോ ആയ മിത്രനാണ് അനിഴത്തിൻ്റെ നക്ഷത്ര ദേവത. അതിനാൽ തന്നെ ലോകത്തോട് മൈത്രി ഭാവം പുലർത്തുന്നവരാണ് അനിഴം നക്ഷത്രക്കാർ എന്ന് കരുതുന്നതിൽ സാങ്കത്യമുണ്ട്. കുടുംബത്തിൽ പിണക്കങ്ങൾ തലപൊക്കുമ്പോൾ അനിഴം നാളുകാരുടെ അനുരഞ്ജന ശക്തി എല്ലാവരും അറിയും. ജനനം ശനിദശയിലാകിയാൽ ബാല്യകൗമാരങ്ങൾ കയ്പും കണ്ണീരും കൂടുതലായേക്കും. പൊതുധാരണയും സാമാന്യ ബുദ്ധിയും ഇവർക്ക് വളരെയുണ്ടാകും. പഠനത്തിൽ ശരാശരിക്കാരാകും. കായികാധ്വാനമടക്കമുള്ള ജോലികൾക്ക് സന്നദ്ധത കാട്ടുന്നവരാണ്. മുൻവിധികളില്ലാതെ തന്നെ ഏത് ജോലിയും ചെയ്യുവാൻ തയ്യാറാകും. മനുഷ്യ വിഭവശേഷി, ആതുര ശുശ്രൂഷ, മാനവിക വിഷയങ്ങൾ, കാറ്ററിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, മാധ്യമ പ്രവർത്തനം, അധ്യാപനം എന്നിവ ഇവർക്ക് സ്വച്ഛതയേകും. ദാമ്പത്യത്തിൽ പ്രായേണ സമാധാനവും സംതൃപ്തിയും വളരെയധികം വന്നു ചേരുന്നവരാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. ജ്യേഷ്ഠ എന്നതാണ് സംസ്കൃതം. ദക്ഷ പ്രജാപതിയുടെ പെൺമക്കളാണ് നക്ഷത്രങ്ങൾ എന്നാണ് മിത്ത്. അവരിൽ ഏറ്റവും മൂത്തവൾ എന്നാണ് ജ്യേഷ്ഠ എന്ന വാക്കിൻ്റെ അകപ്പൊരുൾ. അതിനാൽ തന്നെ
അധീശരാകുവാനും നേതൃത്വം സ്വീകരിക്കുവാനും ഇവർക്ക് ജന്മനാ വാസനയുണ്ട്. ഇത് അംഗീകരിക്കപ്പെടാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും. ഇന്ദ്രനാണ് നക്ഷത്ര ദേവതയെന്നും സ്മരണീയമാണ്. ബുധൻ നക്ഷത്രാധിപനാകുന്നു. ഭൗതികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ്. ഇവർ പഠന മേഖലയിൽ ബുദ്ധിയുടെ തിളക്കം പ്രകടിപ്പിക്കും. ആശയങ്ങളിലും ആവിഷ്കാരങ്ങളിലും പ്രതിഭാവിലാസം കാണുന്നതാണ്. അധ്യാപനം, ഡിജിറ്റൽ ക്രിയേഷൻ, എഞ്ചിനീയറിംഗ്, മോട്ടിവേഷൻ മേഖല, മാനേജ്മെൻറ്റ്, വൈദ്യശാസ്ത്രം, സാഹിത്യം, ഗണിതം, പത്രപ്രവർത്തനം എന്നിവ ഉപജീവനമാകിയാൽ ഇവർ വിജയിക്കുന്നതാണ്. പ്രണയത്തിലും ദാമ്പത്യത്തിലും അപസ്വരങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയും ഇവർക്ക് വന്നുചേരും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. നിത്യലിയാണ് നക്ഷത്ര ദേവത. വേരുകൾ എന്നാണ് നാളിൻ്റെ ആശയം. വളരെ ദാർഢ്യമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകും. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ല. പ്രതിസന്ധികളെ മൂലം നക്ഷത്രക്കാരികൾ ധൈര്യപൂർവ്വം നേരിടുന്നതാണ്. കുടുംബാംഗങ്ങളുടെ ആശയങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ വിജയം കാണും. ഇവർക്ക് വൈകാരികമായ ചില പരാജയങ്ങൾ സംഭവിച്ചു കൂടായികയില്ല. പ്രണയത്തിൽ കബളിപ്പിക്കപ്പെടാം. ദാമ്പത്യത്തിൽ പൊരുത്തക്കേടുകൾ സംഭവിക്കാം. അസുരഗണ നക്ഷത്രമാണ് മൂലം. ഇവരുടെ ചില കടും പിടുത്തങ്ങൾ അനുരഞ്ജനത്തിൻ്റെ വഴികൾ അടയ്ക്കും. സാധാരണ ആളുകൾ പരാജയപ്പെടുന്ന തൊഴിൽ മേഖലകളിൽ മൂലം നക്ഷത്ര ജാതകർ വിജയം കൈവരിക്കും. സർക്കാർ, പോലീസ്, ഔഷധം, സൂപ്പർവൈസറി തസ്തിക, മൃഗപരിപാലനം, ഭക്ഷണ നിർമ്മാണം, സിവിൽ മെക്കാനിക്, എഞ്ചിനീയറിംഗ് എന്നിവയിൽ മുന്നേറ്റം കുറിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രമാണ് പൂരാടം. പുരുഷ നക്ഷത്രവും മനുഷ്യഗണ നക്ഷത്രവുമാണിത്. വസ്തുനിഷ്ഠമായ സമീപനമാകും പൂരാടം നക്ഷത്രകാരികളുടെ മുഖമുദ്ര. അതിവൈകാരികത ഉണ്ടാകില്ല. മറ്റുള്ളവരെ സഹായിക്കുവാൻ മുന്നോട്ട് വരുന്നതാണ്. പക്ഷെ നന്ദികേടാകും പ്രതിഫലം. കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കായിരിക്കും വളരെയധികം ഇവർ അധ്വാനിക്കുന്നത്. ഭൗതികവും ആത്മീയവുമായ താല്പര്യം ഒരുപോലെ കൂടെ ഉണ്ടാകും. സ്നേഹവും ആർദ്രതയും പ്രണയവും ഇവരുടെ മനസ്സിലെ നിത്യഭാവ സുരഫല ഭാവങ്ങളാണ്. എഞ്ചിനീയറിംഗ്, ഔഷധ മേഖല, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുതിയ കാലത്തിൻ്റെ ചലഞ്ചിങ് ആയിട്ടുള്ള തൊഴിലുകൾ, ഇവൻ്റ് മാനേജ്മെൻറ്റ്, ഒപ്പം പാരമ്പര്യമായ കർമ്മ മേഖലകളിൽ എന്നിവയിൽ ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. അരങ്ങ് തകർത്തു വാരുന്നതിനേക്കാൾ അണിയറയിൽ പ്രവർത്തിക്കുന്നവരാണിവർ. ഇവരുടെ കർമ്മഭൂമിക അവതാകും. ദാമ്പത്യത്തിൽ വിജയത്തിന് ധാരാളം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നവരാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനു, മകരം രാശികളായി വരുന്ന നക്ഷത്രമാണ്. ഉത്തര ആഷാഢം എന്ന പേരാണ് ഉത്രാടമായത്. മനുഷ്യപ്പറ്റുള്ളവരാകും ഇവർ. സ്വന്തം കാര്യം മറക്കും. അന്യന് ഉതകി നന്മ ചെയ്ത് ജീവിക്കും. ഔപചാരികമായ പടപ്പഴിവിനേക്കാൾ ലോകപരിചയം ഇവർ നേടുന്നതാണ്. മനുഷ്യഗണ നക്ഷത്രമാകിയാൽ പ്രായോഗികതയെ മുന്നോട്ട് നിൽക്കും. സ്വന്തം നിലപാടുകളിൽ മനുഷ്യത്വം ചാലിച്ചു ചേർക്കുവാൻ മറക്കില്ല. കൗമാരം മുതൽ ഒത്ത യൗവനം വരെ ചൊവ്വയും രാഹുവും കൂടി ഭരണം നടത്തുന്നത് തൊഴിൽപരമായും കുടുംബപരമായും വളരെയധികം ക്ലേശങ്ങൾ സമ്മാനിക്കും. അർഹിക്കുന്നത് വൈകിയാകും വന്നു ചേരുക. ഗുമസ്ത പണി മുതൽ രാഷ്ട്രീയം വരെ ഇവരുടെ കർമ്മഭൂമികയാകും. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടുവാൻ ഇടയുണ്ട്. ദാമ്പത്യത്തിൽ പൊതുവെ സന്തുഷ്ടി ഉണ്ടാകുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ശ്രവണം എന്നാണ് സംസ്കൃത നാമം. ക്ലാസ്സിൽ വരെ ശ്രദ്ധിച്ചിരിക്കും. പെട്ടെന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളും. തിരുവോണം ഒരു ദേവഗണ നക്ഷത്രമാണ്. മഹാവിഷ്ണുവാണ് ദേവത. ആത്മശക്തിയും വിപുൽ ധൈര്യവും ഇവർക്ക് ആവോളമുണ്ടാകും. ശനിയുടെ രാശിയായ മകരരാശിയിൽ വരികയാൽ ചിലപ്പോൾ കഠിന ഹൃദയങ്ങളാകും. ചരരാശിയിൽ ജനിച്ചുകൊണ്ട് പ്രവാസ ജീവിതം സാധ്യമാണ്. ഭരണ നിർവഹണം, ഇവൻ്റ് മാനേജ്മെൻറ്റ്, പ്രൊജക്ട് ലീഡർഷിപ്പ്, കാറ്ററിംഗ്, അധ്യാപനം, അക്കൗണ്ടിംഗ്, പബ്ലിക്കേഷൻ, രോഗി പരിചരണം, പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ മേൽനോട്ടം തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകളിൽ തിരുവോണം നാൾക്കാരിക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും. ദാമ്പത്യത്തിൽ വിജയിക്കുവാൻ കഴിയുന്നതാണ്. ഒരു വീട്ടിൽ ഒരു തീരുമാനം കൈക്കൊള്ളുവാനും ഭേദഗതി വരുത്തലും ഭർത്താവിൻ്റെയും മക്കളുടെയും ചുമതലകൾ നിർണ്ണയിക്കുന്നതും മറ്റും തിരുവോണം നാളുകാരി തന്നെയാകും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. വസുക്കളാണ് നക്ഷത്ര ദേവതകൾ. ശ്രവിഷ്ഠ, ധനിഷ്ഠ തുടങ്ങിയ പേരുകളുണ്ട്. അസുരഗണത്തിൽ വരുന്നു. സ്ത്രീ പുരുഷൻ എന്ന വിഭജനത്തിൽ സ്ത്രീ വിഭാഗത്തിൽ പെടുന്ന നക്ഷത്രവുമാണ്. ചൊവ്വ ഭരിക്കുന്ന 3 നക്ഷത്രങ്ങൾ മകയിരം, ചിത്തിര, അവിട്ടം എന്നിവയാണ്. ഈ നക്ഷത്രങ്ങൾ തമ്മിൽ
വേദദോഷമുള്ളതിനാൽ പരസ്പരം വിവാഹ ബന്ധം വർജ്യമാണ്. അവിട്ട നാളുകളിൽ ജനിക്കുന്നവർ സാമ്പത്തികമായും ഭൗതികമായും മെച്ചം നേടുന്നവരാണ്. പാരമ്പര്യമായി നേടുന്ന സ്വത്തിനൊപ്പം സ്വയം നേടുന്ന സമ്പത്തും ഇവർക്ക് വന്നു ചേരും. ഇവരെ ഭാഗ്യം പല രൂപത്തിൽ തുണയ്ക്കാറുണ്ട്. സഞ്ചാരത്തിൽ താല്പര്യം പ്രകടിപ്പിക്കും. ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗത്തിൽ വരുന്ന തൊഴിലുകളിൽ തിളങ്ങുവാൻ കഴിയുന്നതാണ്. പൊതുവെ ഭൗതികവാദികളാണ്. ശാസ്ത്രീയ വിഷയങ്ങളിൽ പഠനം നടത്തുന്നതും ഭാവിയിൽ വളരെയധികം ഗുണകരമായി തീരും. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. രാഹു ദശയിൽ ജനിക്കുന്നവരാണ് ചതയം നാളുകാർ. അതിനാൽ തന്നെ പ്രാരാബ്ധങ്ങളും പങ്കപ്പാടുകളും ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് തുടങ്ങുന്നതാണ്. തീയിൽ കുരുത്തവരാണെന്ന് തന്നെ പറയാം. പിന്നീടുള്ള സങ്കടങ്ങളെ ഇവർക്ക് മറികടക്കുവാൻ കഴിയുന്നത് ഈ അനുഭവം കൈമുതലായിട്ടുള്ളതിനാലാണ്. താങ്ങും തണലും ഉണ്ടാവണമെന്നില്ല. കാൽ വെക്കുന്നിടത്ത് പൂവിരിച്ച പൂമെത്തകളും കണ്ടേക്കില്ല. സ്വന്തം വിയർപ്പിൻ്റെ നിലയിലാണ് ഇവർ ജീവിതം നിർവഹിക്കുന്നത്. പഠിച്ച വിഷയത്തിൽ ജോലി കിട്ടുക എന്നത് ന്യൂനപക്ഷത്തിനാണ്. കിട്ടിയതിൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് പിടിച്ചു കയറും. ജീവിതത്തിനു നേരെ ദർശനിക സമീപനങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ്. ബാങ്കിങ്, ഔഷധ മേഖല, കോടതി ജോലി, ആതുര ശുശ്രൂഷ, സിവിൽ എഞ്ചിനീയറിംഗ്, കായികാധ്വാനം വേണ്ട ജോലികൾ എന്നിവയിൽ ഇവർ മുന്നേറുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. പുരുഷ നക്ഷത്രവും മനുഷ്യഗണ നക്ഷത്രവുമാണ് പൂരുരുട്ടാതി. കുംഭം, മീനം രാശികളിലായി വരുന്നു. പരാശ്രയം ഇവരുടെ നിഘണ്ടുവിലില്ല. തന്നെത്താൻ ഉയർന്നു നിൽക്കുന്നവരാണ്. അതിൻ്റെ ചില ശൗര്യവും തനിക്കാം പോരായ്മയും ഇവരിൽ നിറയും. മുഖം നോക്കി പറയാനുള്ളത് പറയുന്നവരാണ്. അതിനാൽ തന്നെ അഹങ്കാരികളായി മറ്റുള്ളവർ ഇവരെ മുദ്രകുത്തും. കൗമാര യൗവനങ്ങളിൽ ശനിദശ വരുന്നത് ഇവരെ അല്പം പിറകോട്ടടിക്കുന്നതാണ്. പഠനം പൂർത്തിയാക്കുവാനോ ജോലി കിട്ടുവാനോ വിവാഹത്തിനോ കാലവിളംബം ഭവിക്കുന്നതാണ്. ഏത് തൊഴിലായാലും അതിൽ അധികാരവും പദവിയുമുണ്ടെങ്കിൽ പോരുരുട്ടാതിക്കാരി വിജയിക്കുന്നതാണ്. അതിലുപരി ആത്മാർത്ഥ സംതൃപ്തിയും ഇവർ കൈവരിക്കും. ഇവരുടെ ദാമ്പത്യം വിജയിപ്പിക്കണമെങ്കിൽ ഇവരുടെ ജീവിത പങ്കാളിക്ക് സഹനവും അനുരഞ്ജന മനസ്സും ഉണ്ടാവേണ്ടതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ഉത്തരഭദ്രപദം എന്നാണ് സംസ്കൃത നാമം. ജീവിതത്തിൻ്റെ രണ്ടാം പകുതിയിലോ വാർദ്ധക്യത്തിലോ കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. സ്ത്രീ നക്ഷത്രമാണ് ഉത്രട്ടാതി. ശനി ദശയിലാണ് ജനനം. ബാല്യകൗമാരങ്ങളിൽ രോഗാവസ്ഥ, പഠന വൈകല്യം, അവക്തത എന്നിവയുണ്ടാകും. ദിശാബോധം ഉണ്ടാവുന്നത് രണ്ടാം ദശയായ ബുധദശയിലായിരിക്കും. ചിലർക്ക് മുന്നേറ്റം അതുമുതലാകും വന്നു ചേരുക. മനുഷ്യഗണത്തിലാണ് ഉത്രട്ടാതി ഉൾപ്പെടുന്നത്. പ്രായോഗികത മുന്നോട്ട് നിൽക്കും. സ്വന്തം ബന്ധവും നിലനിർത്തുവാൻ വിജയിക്കുന്നവരാണ്. പ്രണയത്തിലും ദാമ്പത്യത്തിലും ആത്മാർത്ഥതയുണ്ടായിരിക്കും. അധ്യാപനം, മാനവ വിഭവശേഷി, പൂന്തോട്ട നിർമ്മാണം, കായിക ശക്തി വേണ്ട ജോലികൾ, മൃഗസംരക്ഷണം എന്നിവയിൽ ഇവർ ശോഭിക്കുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. നക്ഷത്രങ്ങളിൽ ക്രമസംഖ്യ കൊണ്ട് ഒടുവിലാണെങ്കിലും അനുഭവം കൊണ്ട് ഒരിക്കലും പിന്നിലാകാത്തവരാണിവർ. ബുദ്ധിശക്തി വേണ്ട പോലെ ആഗ്രഹിച്ച വിഷയങ്ങളിൽ പഠനം പൂർത്തീകരിക്കുവാനും ഉന്നത ബിരുദം നേടുവാനും കഴിയും. കലാപരമായ സിദ്ധികളെ സാധനയിലൂടെ മുൻനിരയിലെത്തിക്കുവാനും സാഹചര്യം ഇണങ്ങി വരുന്നതാണ്. ബുധൻ നക്ഷത്രനാഥനാകിയാൽ ബന്ധുബലം ഉണ്ടായിരിക്കും. ദേവഗണ നക്ഷത്രമാകിയാൽ രേവതി നാളുകാരിയുടെ ആദർശപ്രിയം സമൂഹത്തിൻ്റെ ആദരം നേടുന്നതാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആധുനികവും പാരമ്പര്യവുമായ വൈദ്യം, അധ്യാപനം, കലാപരമായ കഴിവുകൾ, പൊതുപ്രവർത്തനം എന്നിവ ഉപജീവനമാകിയാൽ ഇവർ വിജയം നേടും. പ്രണയികളാകും എന്നും രേവതിക്കാർ. ദാമ്പത്യം സന്തോഷവും സമാധാനവും സമ്മാനിക്കുന്നവരാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.